അല്ലേ? പൈനാപ്പിൾ പപ്പായ, അബോർഷനാവെന്ന് പറയും. പൈനാപ്പിള് ചീത്തയാണെന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ സയൻസ് അറിയത്തില്ല, അതിന്റെ രഹസ്യത്തിൽ ഒന്നും അറിയത്തില്ല. വെറുതെ ഇരുന്ന് 2 പേർക്കുള്ള ഭക്ഷണം കഴിച്ചാലൊന്നും നിങ്ങളുടെ പ്രഗ്നൻസി ടൈം നല്ലൊരു ടൈം ആവണമെന്നില്ല. ഫസ്റ്റ് ട്രൈമസ്റ്റർ 1 ആഴ്ച മുതൽ 12 ആഴ്ചയുള്ള സമയത്ത് എന്തൊക്കെ എക്സസൈസ് ചെയ്യണം, എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ എക്സസൈസുകൾ ചെയ്താൽ നിങ്ങളുടെ ബേബികൾ ഫിറ്റ്, തനിക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും തന്നെ കുട്ടിക്ക് വേണ്ടി എന്നുള്ള മൂഡിലെങ്കിലും അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. പ്രഗ്നൻസിയുടെ ടൈമിൽ ഭക്ഷണം പ്രധാനപ്പെട്ടതാണ്, എക്സസൈസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗർഭിണികൾ പാലിക്കേണ്ട മര്യാദകൾ അല്ലെങ്കിൽ ഗർഭകാലത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? ഫിസിക്കൽ ഫിറ്റ്നസ് ആവാമോ, അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡ് കഴിക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അല്ലേ, നമ്മൾ ഈ പ്രഗ്നൻസി ടൈം എന്നുള്ളത് വലിയൊരു കാലയളവാണ്. അപ്പോൾ 3 ട്രൈമസ്റ്ററാണ് ഉള്ളത്. ഈ 1 to 12 വീക്ക്, 12 to 27 ബാക്കിയുള്ള സമയം. അപ്പോൾ ഈ എക്സസൈസുകൾ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ഈ പറഞ്ഞ ട്രൈമസ്റ്റർ വെച്ചിട്ട് അതിൻ്റെ ഈ പറഞ്ഞ എത്രമാത്രം ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആദ്യത്തെ ട്രൈമസ്റ്ററിൽ വളരെ മൈൽഡായിട്ടുള്ള എക്സസൈസുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്, ബേബി ഫോർമേഷൻ്റെ ഒക്കെ സമയമാണ്. അപ്പോൾ ആ സമയത്ത് വളരെ മൈൽഡായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാം. പ്രീനേറ്റൽ യോഗ എന്നുള്ളൊരു സെഷനകത്തുള്ള എക്സസൈസുകളാണ് ഈ സുഖാസന, ബദ്ധകോണാസന എന്നൊക്കെ പറഞ്ഞുള്ള എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. 2ാമത്തെ ട്രൈമസ്റ്റർ കുറച്ചുകൂടി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ട്രൈമസ്റ്റർ, ഈവൻ സ്വിമ്മിങ് ഉൾപ്പെടെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈമസ്റ്ററാണ് 2ാമത്തത്. ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയും ഒക്കെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഫോർവേഡ് ബെൻഡിങ്ങും ബാക്ക്വേർഡ് ബെൻഡിങ്ങും അത് ഓവറായിട്ട് നമ്മൾ ആ സമയത്ത് എൻകറേജ് ചെയ്യാറില്ല. വയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫോർവേഡ് ബെൻഡിങ്ങും ബാക്ക്വേർഡ് ബെൻഡിങ്ങും ഒഴിവാക്കാൻ പറയും. ബാക്കിയുള്ള എല്ലാ രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾ അധികം പണിയെടുക്കരുത്, നിങ്ങൾ ഗർഭകാലമാണ്, നല്ല റെസ്റ്റ് വേണം, നിങ്ങൾ റെസ്റ്റ് വെറുതെ ഇരുന്നാൽ മതി എന്നൊരു ഒരു തോട്ട് പ്രോസസ്സ് കൊണ്ടുവരികയും ഇപ്പോൾ ആൾക്കാർ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് കൊണ്ട് കൂടിയായിരിക്കും, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് കൂടിയായിരിക്കും ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതും അങ്ങനത്തെ ഹെവി എക്സസൈസ് ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് അല്ലേ? ഹെവി എക്സസൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊരു ഡിബേറ്റബിൾ സബ്ജക്റ്റാണ്. പക്ഷെ അവർക്ക് എക്സസൈസ് ചെയ്യാം. അവർ പൂർണ്ണമായിട്ടും വീടിനകത്ത് റൂമിനകത്ത് ഇരിക്കണം എന്നുള്ള കൺസെപ്റ്റൊക്കെ തെറ്റാണ്. അതിനകത്തൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് പ്രഗ്നൻസി ടൈം. ഓരോ ട്രൈമസ്റ്ററും അവർ ചെയ്യേണ്ട എക്സസൈസിൻ്റെ ഈ പറയുന്ന എത്ര കട്ടിയുള്ള എക്സസൈസ് ആണ് എന്നുള്ളത് മാറ്ററാണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് എക്സസൈസ് ചെയ്യാം. സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ മന്ത് പറയാവോ? എത്ര മന്ത്? 13, അതായത് 13ാമത്തെ ആഴ്ച മുതൽ 27ാമത്തെ ആഴ്ച വരെ 3 മാസം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടൈം അല്ലേ? അതായത് 1 to 12. അതെ, 1 to 12 എന്നുള്ളതാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. അതായത് 3 മാസം ആവുമ്പോഴത്തേക്കും ഈ കുട്ടി ഫോംഡ് ആയി അവിടെ സ്റ്റിക്ക് ഓൺ ആവും. പിന്നെ ഒരു അബോർഷൻ ഉള്ള സാധ്യത ഉണ്ടാവില്ല ആഫ്റ്റർ 3 months. അങ്ങനെ പറയാൻ സാധ്യമല്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമേഷൻ നടക്കുന്ന സമയമാണ് ഈ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നുള്ളത്. പിന്നീടുള്ള ട്രൈമസ്റ്ററിൽ യെസ് നമുക്ക് കുറച്ചുകൂടി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈമസ്റ്ററാണത്. ആ സമയത്ത് നമുക്ക് നന്നായി സ്വിമ്മിംഗ് ഒക്കെ ചെയ്യാം. 4 to 7. യെസ്, 4 to 7 വീക്സ്, 13 വീക്സ് to 27 വീക്സ്, 28 to 40. അതാണല്ലോ ടോട്ടൽ 40 വീക്സ് ആണ് ഒരു പ്രഗ്നൻസി ടൈം എന്നുള്ളത്. അപ്പോൾ ആ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ യു ക്യാൻ ഡു ദ എക്സസൈസ്. പിന്നെ എപ്പോഴാണ് ഇത് നിർത്തേണ്ടത്? ഇപ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ എന്ത് ചേഞ്ച് ഉണ്ടായാലാണ് പെട്ടെന്ന് നിങ്ങൾ ഇത് ഓവർ വജൈനൽ ബ്ലീഡിങ് വരിക, ചെസ്റ്റിന് അബ്ഡോമിനൽ ഓവറായിട്ടുള്ള പെയിൻ വരിക, ക്രാമ്പ് ആവുക, നമ്മളുടെ മസിൽ ക്രാമ്പ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വി ഷുഡ് സ്റ്റോപ്പ് ദാറ്റ്. വി ഷുഡ് കൺസൾട്ട് യുവർ ഡോക്ടർ. ഇതൊക്കെ സിംറ്റംസ് ആണ്. ശരീരം ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ശരീരം അതല്ലാതെ നിങ്ങൾക്ക് നോർമലായിട്ട് പ്രഗ്നൻസി ഇസ് എ മാജിക്കൽ ടൈം. യു ഹാവ് ടു ഡു. കാരണം അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ എല്ലാവരും പറയുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ബേബിക്ക് വേണ്ടിയുള്ളതാണ്. ഒരു ഹെൽത്തി ബേബി ഉണ്ടാവാൻ ആ സമയത്തെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ ഇരുന്ന് 2 പേർക്കുള്ള ഭക്ഷണം കഴിച്ചാലൊന്നും നിങ്ങളുടെ പ്രഗ്നൻസി ടൈം നല്ലൊരു ടൈം ആവണമെന്നില്ല. ഫുഡിനെ പറ്റി കൂടെ ഫുഡ് അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഒരു കൺസെപ്റ്റ് ആയിരുന്നു എന്ത് 2 പേർക്കുള്ള ഫുഡ് കഴിക്കണം. അതൊക്കെ മണ്ടത്തരാണ് കേട്ടോ. അത് ഈ പറഞ്ഞ ചിലപ്പോൾ സിനിമകളൊക്കെ ആയിരിക്കും നിങ്ങളോട് അതൊക്കെ പറയുന്നത്, പക്ഷേ ഇതൊക്കെ മണ്ടത്തരാണ്. നമ്മൾ ആ സമയത്ത് അത് ഒരു കാലഘട്ടത്തിൽ അത് വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരില്ലേ കഴിക്കുന്നത് 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം? ഉണ്ട്. അത് ഞാൻ പറഞ്ഞ അശാസ്ത്രീയമായ കുറേ കാര്യങ്ങൾ വിശ്വസിച്ച് അതിനെ ഫോളോ. ഞാൻ ചോദിക്കുന്നത് ഡയബറ്റിക് ഉള്ളവർക്ക് ചോറ് ഒഴിവാക്കിയിട്ട് എത്ര വേണം ചപ്പാത്തി കഴിക്കാന്ന് വിശ്വസിച്ച നാടല്ലേ ഇത്? എനിക്കറിയാമല്ലോ എത്ര പേഷ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരാം അല്ലേ? ഡയബറ്റിക് ഉള്ളവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല
എന്ന് വിശ്വസിച്ച നാടല്ലേ ഇത്. അതൊക്കെ ഒരു സമയത്ത് അശാസ്ത്രീയമാണെങ്കിൽ നമുക്ക് തിരിഞ്ഞു നിന്നിട്ട് അത് ചെയ്യാൻ പാടില്ലാത്തായിരുന്നു പറയാനുള്ളത് പറയണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഞാൻ പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല അല്ലേ, പൈനാപ്പിൾ പപ്പായ അബോർഷനാവെന്ന് പറയും. ഇതിന് ഞാൻ പലരോടും, എന്നോടൊരു വൈദ്യൻ പറഞ്ഞത് പൈനാപ്പിൾ, ഞാൻ ചോദിച്ചു എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രൂഫ്? ഒന്നുമില്ല, ഇന്ന് വരെ ഒരു റിസർച്ച് പേപ്പറും ഇല്ല. പക്ഷെ ചില ഡോക്ടേഴ്സും പറയാനില്ല സിട്രസ് ആണ്, സിട്രസ്. ഞാൻ പറയാൻ വരുന്നത് എന്താണെന്നറിയോ, ഇത് ഇപ്പം എനിക്ക് പ്രഗ്നൻസി കെയർ പാക്കേജുകളുണ്ട്. നമ്മളുടെ ഡയറ്റിലും നമ്മൾ പൈനാപ്പിളും പപ്പായ ഉൾപ്പെടുത്താറില്ല. കാരണം എന്താ വെച്ചാൽ അത് അത്രമാത്രം ഇമോഷണലി ആൾക്കാരുടെ മനസ്സിലുണ്ട്. ഇപ്പം നമ്മൾ പൈനാപ്പിൾ ഉൾപ്പെടുത്തിയാൽ നമ്മളവരോട് സംസാരിക്കും, പറയും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ കഴിക്കണ്ട കേട്ടോ എന്നുള്ളത് പറയും. ഞാൻ പറയുന്നത് ഈ പറയുന്ന സിട്രസ് ഫുഡുകൾ ഒഴിവാക്കാൻ പറയുന്ന അവരുടെ ആ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ടാണ്. അതല്ല ഒരു പർട്ടിക്കുലർ ഫുഡ് അവർ പ്രഗ്നൻസി ടൈമിൽ ഒഴിവാക്കണം എന്നൊരു ഫ്രൂട്ട് ഇല്ല. പക്ഷെ ഈ പൈനാപ്പിളും പപ്പായയും എന്തോ ഒരു സാധനം ഉള്ളിൽ കിടക്കുന്ന എന്തോ ഒരു സാധനം ട്രിഗർ ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചത്. ചോദിക്കുന്നവരല്ല എന്തോ ഒരു സാധനം പറയുന്നത്, ആ സാധനം എന്നുള്ളത് ഇതുവരെ ആരും പറയുന്നില്ല. ഇത് ഞാൻ ചോദിക്കുന്നവരല്ല ഇത് തന്നെ പറയുന്നത്. അത് ഇന്ന ആളുടെ അബോർഷൻ, എന്നിട്ട് ഈ വേണ്ട ഇപ്പോൾ അൺവാണ്ടഡ് പ്രഗ്നൻസിയുടെ ടൈമിലൊക്കെ പൈനാപ്പിൾ കഴിച്ചാൽ മതി. പൈനാപ്പിളും അതുപോലെ പച്ച പപ്പായയും. ഇതിന് പിന്നിൽ വേറൊരു സയൻസും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പീരീഡ്സ് ആവാണ്ട് നമുക്ക് ലേറ്റ് ആവുമ്പോഴേക്കും ഞാൻ സിനിമയിലൊക്കെ ഏതൊരു സിനിമയില് പൈനാപ്പിൾ ഉണ്ടോ പപ്പായ ഉണ്ടോ എന്നൊക്കെ എൻ്റെ അറിവിൽ, എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ ഈ വിഷയത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ഞാൻ ഇത് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോഴൊന്നും അവർക്ക് ഈ പൈനാപ്പിളിന്റെയും പപ്പായയുടെയും സയൻസ് മനസ്സിലായിട്ടില്ല. അല്ല, ഈ പൈനാപ്പിൾ പീരീഡ്സ് ആവാണ്ട് ഇപ്പൊ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാൽ പെട്ടെന്ന് പീരീഡ്സ് ആവും. ഇനി അതും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കോ? അല്ല, ആൾക്കാർക്ക് എന്തും പറയാം. എനിക്കിപ്പം അതാ ഞാൻ പറഞ്ഞത്, ഇതിപ്പോ ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴേ, അതായത് ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ സാധനം കഴിച്ചാൽ മോശമാണ് എന്ന് ഞാൻ പറയാം. അത് ഞാൻ ഈ സാധനം കഴിച്ചാൽ എന്തുകൊണ്ട് മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് എന്തുകൊണ്ട്, എന്താ കാരണം ചോദിക്കേണ്ടത്. അല്ല, അത് കഴിച്ചാൽ മോശമല്ലെന്ന് തെളിയിക്കേണ്ടത്. മനസ്സിലായി? പൈനാപ്പിള് ചീത്തയാണെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ സയൻസ് അറിയത്തില്ല, അതിന്റെ രഹസ്യത്തിൽ ഒന്നും അറിയത്തില്ല. ഇനി പൈനാപ്പിൾ നല്ലതാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. നമ്മൾ കഴിക്കാൻ തയ്യാറാവില്ല. അല്ല, ഞാൻ കഴിക്കാൻ തയ്യാറില്ല. കാരണം അതിനൊരു ഇമോഷൻ ഉണ്ടല്ലോ, ഇതിന് സൈക്കോളജിക്കൽ സൈഡ് ഉണ്ടല്ലോ. എല്ലാത്തിനും ഒരു സൈക്കോളജിക്കൽ സൈഡ് ഉണ്ട്. ഇപ്പോ ഞാൻ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് ഒരു പരിധി കഴിഞ്ഞ്, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ അതിലേക്കുള്ള യാത്രയിലാവും എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമ്മൾ ചലഞ്ച് ചെയ്ത് പോലും നമ്മൾ പൈനാപ്പിൾ കഴിച്ചതിൻ്റെ പണി കിട്ടുമോ എന്നുള്ള മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും അത് ആ പ്രഗ്നൻസിയെ ദോഷമായിട്ട് കഴിഞ്ഞിട്ട് എന്തൊരു ഒരു ലൂസ് മോഷൻ വന്നാലും ഇതാണെന്ന് കണക്ട് ചെയ്യും. അതാ പറഞ്ഞത്, നമ്മളതുകൊണ്ട് കൊടുക്കാത്തത്. നമ്മൾ സയൻസ് കൊണ്ടല്ല കൊടുക്കാത്തത്, പിന്നെ ഫസ്റ്റ് 3 months വോമിറ്റിംഗിന്റെ ഒരു പീരീഡ് ആണല്ലോ. ഈ 3 months കറക്റ്റ് അവസാനിക്കുന്ന ദിവസം ഇത് സ്വിച്ച് ഇട്ട പോലെ നിൽക്കുകയും ചെയ്യും. ഈ വോമിറ്റിംഗ് ഭയങ്കര അത്ഭുതമാണ്. അല്ല, സിംറ്റംസ് ഓരോ ട്രൈമസ്റ്ററിലും വ്യത്യാസമാണ്. ചിലർക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെ സിംറ്റംസ് ഉണ്ടാവുന്നവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമയങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രേവിങ്സ് വളരെ കൂടുതലാണ്. വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ക്രേവിങ് കൂടുതലാണ്. ഈ ജങ്ക് ഫുഡിലേക്കുള്ള, ഓയിലി ഫുഡിലേക്കുള്ള, സ്നാക്കിങ്ങിലേക്കുള്ള ക്രേവിങ് കൂടുതലാണ്. അതിനെ തന്ത്രപരമായിട്ട് നമ്മൾ ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. ഏറ്റവും ബെസ്റ്റ് ഹോം ഫുഡാണ്. നോൺ വെജ് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ അധികം പൊരിക്കാത്ത, എണ്ണയ്ക്കകത്തിട്ട് വറക്കാത്ത മീനും ചിക്കനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സമയമാണത്. അത് ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സമയമാണ്. നല്ല പ്രോട്ടീനും ഒക്കെ വേണം. അത് തന്നെയല്ല, അവരുടെ ബ്ലഡ് വൈറ്റൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഇൻസുലിൻ ലെവൽ എത്രയാണ്, അവർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ടൈമിൽ കുറേ പേര് ഡയബറ്റിക് ആവും, പക്ഷെ അത് കഴിയുമ്പോൾ നോർമൽ ആവുന്നതാണ്. പക്ഷെ അതിനോടൊപ്പം അവരുടെ ബാക്കിയുള്ള ബ്ലഡ് ലെവൽസ് എല്ലാം നോർമലാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ കൊളസ്ട്രോൾ ലെവൽ എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ചില സപ്ലിമെൻറ്റേഷനും ആ സമയത്ത് എടുക്കുന്നവരുണ്ട്. ഈ omega-3 പോലെയുള്ള കാര്യങ്ങളൊക്കെ സപ്ലിമെൻറ്റേഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയുന്നതിനർത്ഥം ഈ പറഞ്ഞ ഓയിലി ഫുഡ്, സ്നാക്കിങ്, ജങ്ക് ഫുഡ്, ഇതിനോട് ക്രേവിങ് വരുമ്പോഴും ആ ക്രേവിങ് തനിക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും തന്നെ കുട്ടിക്ക് വേണ്ടി എന്നുള്ള മൂഡിലെങ്കിലും അതിനെ ഓവർകം ചെയ്യാൻ പറ്റണം. ഓവർകം ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്താൽ
വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ എക്സസൈസുകൾ ചെയ്താൽ നിങ്ങളുടെ ബേബിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അല്ല, ഇപ്പം നമ്മളിപ്പോൾ പറയുന്നത് മലയാളികളാണെങ്കിലും അമേരിക്കക്കാരാണെങ്കിലും രണ്ടുപേരും ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന അനാറ്റമി എല്ലാം സെയിം തന്നെയാണ്. അവരുടെ ഫീച്ചേഴ്സിൽ മാത്രമുള്ള ഡിഫറൻസസ് ആണല്ലോ ഉണ്ടാകുന്നത്. അവർക്ക് ഇത് പറ്റുന്നു, എക്സസൈസ് ചെയ്യാൻ പറ്റുന്നു, ഇവർക്ക് ഇത് പറ്റുന്നില്ല. അപ്പം അത് ഈ ഇമോഷണലി ഈ അകത്തുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ അറിയാതെ പണ്ടുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് മാത്രമായിരിക്കത്തില്ലേ? പക്ഷെ പണ്ടുള്ളവർ മുറ്റോടിക്കാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അല്ല, മലയാളിക്ക് പറ്റുന്നു, മലയാളിക്ക് പറ്റത്തില്ലെന്ന് ആരും പറഞ്ഞില്ല. മലയാളിക്ക് പറ്റും, മലയാളിയോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതെ, മലയാളിക്ക് പറ്റത്തില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. മലയാളിക്ക് പറ്റും. മലയാളിക്കോ അമേരിക്കക്കാരനോ കാനഡയ്ക്കോ സൗത്ത് ആഫ്രിക്കക്കാരനോ ആർക്കും പറ്റും. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞത്, എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്നും പറഞ്ഞു കൊടുക്കണം. എക്സസൈസ് ചെയ്തോളാൻ പറഞ്ഞിട്ട് തോന്നിവാസം എല്ലാം ചെയ്യുന്നതിനകത്തും അർത്ഥമില്ല. ഫസ്റ്റ് ട്രൈമസ്റ്റർ 1 ആഴ്ച മുതൽ 12 ആഴ്ച വരെയുള്ള സമയത്ത് എന്തൊക്കെ എക്സസൈസ് ചെയ്യണം, എന്തൊക്കെ ഭക്ഷണം കഴിക്കണം. 13 ആഴ്ച മുതൽ 27 ആഴ്ച വരെയുള്ള സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഭക്ഷണത്തിൽ കൺട്രോൾ വരുത്തണം. ലാസ്റ്റ് ട്രൈമസ്റ്ററാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഈ ഭക്ഷണവും എക്സസൈസിനും ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ മെൻ്റൽ വെൽബീയിങ്, ഇമോഷണൽ ബാലൻസ്. അടി കൂടാൻ പാടില്ല അച്ഛനും. അടി കൂടിയാൽ നിങ്ങളെ വെറുക്കുന്നൊരു ബേബിയായിട്ട് പുറത്തോട്ട് വരും. കാരണം അവൻ്റെ മൈൻഡ്, അവൻ്റെ ഇമോഷൻ ഫിക്സ് ചെയ്യുന്ന ടൈം ഈ പ്രഗ്നൻസി ടൈമാണ്. അവിടെ ഭക്ഷണത്തിനോടൊപ്പം അവളുടെ എക്സസൈസിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇമോഷണൽ ബാലൻസ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മളെ ഈ കേരളത്തിൽ 7-ാം മാസം ആകുമ്പോഴത്തേക്ക് പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുവിടാനുള്ള ഒരു ട്രഡീഷൻ ഉണ്ടായതിൻ്റെ കാരണം അതൊരു ഇമോഷണൽ ബാലൻസ് വെൽബീയിങ്ങിന് വേണ്ടി തന്നെയാണോ? അത് മെഡിക്കലി എനിക്കതിന് ഒത്തിരി പറയാൻ അറിയത്തില്ല. സോഷ്യലി ആവാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാലുണ്ട്, ശരിയാണ്. കാരണം പക്ഷെ ഇപ്പം അതൊന്നും വേണ്ടല്ലോ. ഇപ്പം ആരാ അച്ഛനും അമ്മയോടൊക്കെ താമസിക്കുന്നത്? എൻ്റെ ഇപ്പോൾ ക്ലോസ് ഫ്രണ്ട്സിന് ഒരു 10 പേരെ എടുത്താൽ 9 പേരും ഇൻഡിപെൻഡൻറ്റ് നാനോ ഫാമിലിയാണ്, അണുകുടുംബമാണ്. അവരുടെ കൂടെ ആരുമില്ല. എവിടെ നിന്നാലും അവർ ഹാപ്പി ആവുക എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്. അവർ പെണ്ണിൻ്റെ വീട്ടിലോ ചെറുക്കൻ്റെ വീട്ടിലോ ഇനി അമ്മാവൻ്റെ വീട്ടിലോ എവിടെ വേണമെങ്കിലും പോയിരുന്നോ, ദേ ഷുഡ് ബി ഹാപ്പി. ശരിയായിരിക്കും, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അങ്ങനെ ആയിരുന്നെങ്കിൽ 1ാമത്തെ മാസം തന്നെ കൊണ്ടുവിടായിരുന്നു. നമുക്ക് ആ സമയമാകുമ്പോൾ നമ്മുടെ അമ്മയുടെ ഒരു പ്രസൻസ് നമുക്ക് വേണമെന്ന് തോന്നും. യു നീഡ് സപ്പോർട്ട്. അതെ, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരുടെ യു നീഡ് സപ്പോർട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അതാ പറഞ്ഞത്, യു നീഡ് സപ്പോർട്ട്. ആരെങ്കിലും ഒരാൾ ബാക്ക് ചെയ്യാൻ വേണം, ഹാപ്പി ആയിട്ടിരുത്തണം. ഹാപ്പി ആയിട്ട് ഇരുത്തിയേ പറ്റത്തുള്ളൂ. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒരു പരിധിവരെ ഭർത്താക്കന്മാർ ഏറ്റെടുക്കേണ്ടതുമാണ്. ആ സമയത്ത് നമ്മൾ മാക്സിമം ഹാപ്പി ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇത് ചെയ്തു കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ പറയുമല്ലോ, ശരി, ഞാൻ ഇന്നലെ ഒരാളോട് പറഞ്ഞു, നമ്മളൊരാളെ സ്നേഹിച്ചാൽ മാത്രം പോരെ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിയോ, നമ്മളൊരാളെ, ഇപ്പം ഞാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, അത് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് തോന്നുകയും കൂടെ ആ ഒരു ജനറേഷനായി. ഇപ്പോൾ പണ്ട് അങ്ങനെ ഇല്ല. പണ്ട് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഹസ്ബൻഡ് എന്നോട് സ്നേഹമുണ്ട് എന്ന് എങ്ങനെ എന്തൊക്കെ ചെയ്താലും വിശ്വസിക്കുന്ന ഒരു തലമുറയിൽ നിന്ന് മാറിയിട്ട് എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നണം എന്നുള്ളൊരു തലമുറയിലേക്ക് അറിയണം, അവർക്ക് തോന്നണം എന്നുള്ളൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് ദാമ്പത്യ ബന്ധത്തിൽ മാത്രമല്ല, എവരിവെയർ ഇൻ ദിസ് വേൾഡ്. ആ ഒരു പ്രഗ്നൻ്റ് ലേഡിയെ കംഫർട്ടായിട്ട് നിർത്തുന്നതിൽ ഭർത്താവിന് വലിയ പങ്കുണ്ട്. കാരണം ഇത് ഭർത്താവിൻ്റെയും കൂടിയുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പം അവർ രണ്ടുപേരും കൂടെയുള്ള മ്യൂച്വലായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിലൂടെയും ഇമോഷൻ ബാലൻസിലൂടെയും പരസ്പരമുള്ള സപ്പോർട്ടിലൂടെയാണ് ഒരു നല്ല ബേബി ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രഗ്നൻസിയുടെ ടൈമിൽ ഭക്ഷണം പ്രധാനപ്പെട്ടതാണ്, എക്സസൈസ് വളരെ പ്രധാനപ്പെട്ടതാണ്, മെൻ്റൽ ഹെൽത്ത് അതിലും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒരുപോലെ ശ്രദ്ധിച്ചാലാണ് ഒരു നല്ല പ്രഗ്നൻസി ടൈം, പ്രീനേറ്റൽ കെയർ ഉണ്ടാവുക. അതിലൂടെയാണ് ഒരു നല്ല ബേബി അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും.